മൂന്നാം ഭാഗം ഉറപ്പാണ് എന്ന് വിശ്വസിക്കുന്ന രീതിയിൽ തന്നെയാണ് എമ്പുരാൻ്റെ ക്ലൈമാക്സ് രംഗങ്ങൾ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ പേരും ഏകദേശം അതിൽ തന്നെ ഒരു സൂചന അതിൻ്റെ പേരും നൽകിയിട്ടുണ്ട്. അപ്പോൾ മൂന്നാം ഭാഗം എങ്ങനെയായിരിക്കും? അതാണ് ഇപ്പോഴത്തെ ചർച്ച. മുൻപ് വിചാരിച്ചിരുന്ന പോലെ തന്നെയായിരിക്കുമോ മൂന്നാം ഭാഗം? അല്ല, അങ്ങനെ ആകാൻ സാധ്യത കുറവാണ്. കാരണം രണ്ടാം ഭാഗത്തിൽ ഇത്രയും വിവാദങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഈ ട്രാക്ക് ഒന്ന് മാറിക്കൊണ്ട് കഥയുടെ രസം ചോർന്നു പോകാതെ തന്നെ ആക്ഷനും എല്ലാത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ലൂസിഫറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ തന്നെ ലൂസിഫറിലാകുമ്പോൾ ഒരു ക്ലീൻ, നമ്മൾ എമ്പുരാൻ ആസ്വദിച്ചേക്കാൾ കൂടുതൽ ലൂസിഫറാണ് ആസ്വദിച്ചതെന്ന് ഇത് അർക്കമില്ല. ആ രീതിയിൽ തന്നെ ഒരു തിരിച്ചുവരവ് നടത്താൻ മൂന്നാം ഭാഗത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ അറിവ് നമുക്ക് കിട്ടുന്ന വാർത്തകൾ ഇതുവരെ തെറ്റാറില്ല. ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ എന്തെങ്കിലും പശപ്പശ വന്ന് എന്ത് സംഭവിക്കുമെന്നറിയില്ല. അപ്പം ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഇതിൽ ആരായിരിക്കും ഇനി നായകൻ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ മോഹൻലാലുണ്ട്, പൃഥ്വിരാജുണ്ട്, ടൊവിൻ എന്തായാലും കൊല്ലപ്പെട്ടു പോയി, ടൊവിൻ ഇനി ഉണ്ടാവില്ല. പിന്നെ മറ്റേ അതിൻ്റെ വില്ലനായി വന്ന പേര് മാറ്റി വന്നിട്ട് എഡിറ്റ് ചെയ്തപ്പോൾ അയാളും ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ എമ്പുരാനിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് ഈ കേരളത്തെ രക്ഷപ്പെടുത്താൻ മോഹൻലാലിൻ്റെ കഥാപാത്രം വരുന്നു. അതിൻ്റെ രക്ഷകയായി മഞ്ജു വാര്യരുടെ കഥാപാത്രത്തെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ സിനിമ കണ്ടവരാണെങ്കിൽ വളരെ വ്യക്തമായി ഇത്രയും പ്രാധാന്യത്തോടെ, അമിതമായ പ്രാധാന്യമാണ് മോഹൻലാലിനേക്കാൾ കൂടുതൽ മഞ്ജു വാര്യർക്ക് എമ്പുരാനിൽ കൊടുത്തിരിക്കുന്നത്. അത് ശക്തമായ കഥാപാത്രം. ആ ശക്തമായ കഥാപാത്രത്തെ കാണിക്കുന്നത് കറ കളഞ്ഞ കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അച്ഛൻ്റെ പാരമ്പര്യം നിലനിർത്താൻ, അച്ഛൻ്റെ ആശയങ്ങൾ നിലനിർത്താൻ, അഴിമതി രഹിതമായൊരു കേരളം ഉണ്ടാക്കാൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ രീതിയിലാണ് ആ രണ്ടാം ഭാഗത്തിൻ്റെ പോക്കുവതിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും മഞ്ജു വാര്യരെ കേന്ദ്രീകരിച്ചായിരിക്കും. മഞ്ജു വാര്യർക്കും ശത്രുക്കളുണ്ടായിരിക്കാം. മഞ്ജു വാര്യരുടെ ഫുൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് സംരക്ഷണം നിർത്തിക്കൊണ്ട് മോഹൻലാലിൻ്റെ കഥാപാത്രം, ആ കഥാപാത്രം ഒരുപക്ഷെ ലൂസിഫർ എന്നുള്ള കഥാപാത്രമായി തന്നെയായിരിക്കും മോഹൻലാൽ മൂന്നാം ഭാഗത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നുണ്ട്.